ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 റിപ്പീറ്റഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിന്ന് എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ICT, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എല്ലാ ഏരിയാസിൽ നിന്നും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്? ഓപ്ഷൻസ്: ടു പണിഷ് സ്റ്റുഡൻസ്, ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഓൺലി, ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്, ടു കണ്ടക്ട് എക്സാമിനേഷൻസ്. ആൻസർ ഓപ്ഷൻ സി, ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്. അതായത് ടീച്ചിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? സ്റ്റുഡൻസിന് എഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് കൊടുക്കുക. ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുക മാത്രമല്ല, ലേണിംഗ് കുറച്ചും കൂടി ഈസി ആക്കുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ടു ഫെസിലിറ്റേറ്റ് ലേണിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ടീച്ചിങ്? ഓപ്ഷൻസ്: ടീച്ചർ ഡോമിനൻസ്, പാസീവ് ലേണിംഗ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, മെമ്മറൈസേഷൻ ഓൺലി. ആൻസർ ഓപ്ഷൻ സി, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. സ്റ്റുഡൻറ് സെൻറ്റേർഡ് ടീച്ചിങ്ങിൽ സ്റ്റുഡൻസ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ടീച്ചേഴ്സ് മാത്രം സംസാരിക്കുന്ന രീതിയല്ല, സ്റ്റുഡൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റും അതിലുണ്ടായിരിക്കും. നെക്സ്റ്റ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ റിസർച്ച് പ്രോസസ്? ഓപ്ഷൻസ്: ഡേറ്റ കളക്ഷൻ, ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, റിപ്പോർട്ട് റൈറ്റിംഗ്. ആൻസർ ഓപ്ഷൻ സി, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. അതായത് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ്. ബാക്കി സ്റ്റെപ്സൊക്കെ അതിന് ശേഷം വരുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് പ്രൈമറി ഡേറ്റ? ഓപ്ഷൻസ്: പബ്ലിഷ്ഡ് ഡേറ്റ, ഫസ്റ്റ് ഹാൻഡ് കളക്റ്റഡ് ഡേറ്റ, ഇൻ്റർനെറ്റ് ഡേറ്റ, ന്യൂസ് പേപ്പർ ഡേറ്റ. ആൻസർ ഓപ്ഷൻ ബി, ഫസ്റ്റ് ഹാൻഡ് കളക്റ്റഡ് ഡേറ്റ. അതായത് റിസർച്ചർ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റാസിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഡേറ്റ. Question number 5, what is a hypothesis? Options: final conclusion, temporary assumption, research report, fact statement. Answer option B, temporary assumption. അതായത് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ റിസർച്ചിന് മുൻപ് ഉണ്ടാകുന്ന ടെമ്പററി അസംഷനെ വിളിക്കുന്ന പേരാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, in the communication process, what comes after the sender? Options: feedback, channel, receiver, noise. Answer option B, channel. അതായത് സെൻഡർ മെസ്സേജ് അയക്കുന്നു, അത് ചാനൽ വഴി എവിടെ എത്തുന്നു? റിസീവറിലേക്ക് എത്തുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7, സെമാൻറ്റിക് ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ ഈസ് റിലേറ്റഡ് ടു വാട്ട്? ഓപ്ഷൻസ്: ഫിസിക്കൽ ഡിസ്റ്റർബൻസ്, ലാംഗ്വേജ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്, ടെക്നിക്കൽ ഇഷ്യൂ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ആൻസർ ഓപ്ഷൻ ബി, ലാംഗ്വേജ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. അതായത് വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമിനെ വിളിക്കുന്ന പേരാണ് സെമാൻറ്റിക് ബാരിയർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 8, വിച്ച് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് ഇൻ ടീച്ചിങ്? ഓപ്ഷൻസ്: വൺ-വേ കമ്മ്യൂണിക്കേഷൻ, two-way communication, written communication, formal communication. Answer option B, two-way communication. അതായത് ടീച്ചിങ് എഫക്റ്റീവ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ടീച്ചേഴ്സും സ്റ്റുഡൻസും രണ്ടുപേരും എന്ത് ചെയ്യണം? ഇൻട്രാക്ട് ചെയ്യണം. സോ two-way communication ആണ് ബെസ്റ്റ്. നെക്സ്റ്റ് ICT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് WWW? വേൾഡ് വൈഡ് വെബ്, വേൾഡ് വെബ് വിൻഡോ, Wide World Web, Web World Wide. Answer option A, World Wide Web. Question number 10, what is the full form of CPU? Central Processing Unit, Computer Processing Unit, Central Program Unit, Control Processing Unit. Correct answer is option A, Central Processing Unit. Question number 11, which of the following is an input device? Options: printer, monitor, keyboard, speaker. Answer option C, keyboard. Next logical reasoning based questions ആണ്. Question number 12, all teachers are educated
Some educated people are writers. Which conclusion is correct? Options: all teachers are writers, some teachers may be writers, no teacher is a writer, all writers are teachers. Answer: option B, some teachers may be writers. അതായത് എന്താണ്, ടീച്ചേഴ്സ് എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു, അതുപോലെ എഡ്യൂക്കേറ്റഡ് പീപ്പിളിൽ ചില ആൾക്കാർ എന്താണ്, റൈറ്റേഴ്സ് ആണ്. സോ സം ടീച്ചേഴ്സ് എന്താണ് ചാൻസ് ഉണ്ട്, റൈറ്റേഴ്സ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. Question number 13. Find the next number in the series 2, 4, 8, 16. What is the next number? Options: 18, 24, 32, 64. Correct answer is option C, 32. Because ഓരോ നമ്പേഴ്സും അതിൻ്റെ ഇരട്ടിയാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത്. 2ൻ്റെ ഇരട്ടിയാണ് 4, 4ൻ്റെ ഡബിളാണ് 8 എന്ന് പറയുന്നത്, 8ൻ്റെ ഡബിളാണ് 16. സോ 16ൻ്റെ ഡബിളാണ് 32. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, 32. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെറ്റ് എക്സാമിൻ്റെ കൂടുതൽ ക്ലാസ്സസും ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്